ഇൻഫോ പാർക്കിലേക്കും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും കിഴക്കമ്പലത്തേക്കും എടപ്പള്ളിയിലേക്കും എല്ലാം പോകാൻ എളുപ്പമുള്ള ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് കിട്ടിയാലോ? ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. 6 വില്ലകളാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. അതിലൊരു വീടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ടൗണിലേക്ക് 200 മീറ്ററേ ഉള്ളൂ. ഈ ഇന്റേണൽ റോഡ് അവസാനിക്കുന്നത് ടാർ റോഡിലാണ്. 4.6 മീറ്ററാണ് ഇവിടുത്തെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിങ്ങും ഒരു ഭാഗത്ത് ഫോൾഡിങ്ങുമായിട്ടാണ് ഈ ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിന്റെ ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. 8.8 അടി വീതിയും 15.6 അടി നീളവുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. നമ്മളിപ്പോൾ വീടിന്റെ മുൻഭാഗത്താണുള്ളത്. ഏകദേശം 6 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. വീടിന്റെ മുൻഭാഗത്ത് ഈ കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ട് മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 2 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിലേക്ക് പോകാം. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 3.9 അടി വീതിയും 8.7 അടി നീളവുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് പടിഞ്ഞാറ് ദർശനമായിട്ട് തന്നെയാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് സ്പേസിലേക്ക് പോകാം. 12 അടി നീളവും 10.2 അടി വീതിയുമുള്ള ഈ ലിവിംഗ് സ്പേസ് സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. 13.9 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു വലിയ ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ഷെൽഫും കാണാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 9.8 അടി നീളവും 9.6 അടി വീതിയുമാണ് ഈ കിച്ചണിനുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കിച്ചണിൽ വളരെ ഭംഗിയായിട്ടാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. 12.5 അടി നീളവും 11.7 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വലിയൊരു വാൾഡ്രോബും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ
സ്റ്റെയറുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായി ഇൻവെർട്ടറിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് പർഗോളകൾ കൊടുത്തിരിക്കുന്നു. അത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13.4 അടി നീളവും 8.6 അടി വീതിയുമുള്ള ഒരു വലിയ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെയുള്ളത്. ഇവിടെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ്. അതിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 11.8 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഇവിടെയായിട്ട് വലിയൊരു വാൾഡ്രോബും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 12.2 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് വരാം. 13 അടിയോളം നീളവും 4 അടിയോളം വീതിയുമുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ ഹാൻഡ് റെയിലും ഡിസൈനും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലാണുള്ളത്. 9.9 അടി നീളവും 9.7 അടി വീതിയുമാണ് ഈ സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആക്കി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, ചാർട്ടേഴ്സ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 11 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 6 കിലോമീറ്റർ. ഇവയാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.